ആറ്റുമണമയിൽ ഉണ്ണിയാർച്ചയാണോ? എനിക്ക് നാണമായി പക്ഷെ ഉണ്ണിയാർച്ചയ്ക്ക് ഒരിക്കലും നാണമില്ല. ഇല്ല ഉണ്ണിയാർച്ച സ്ട്രോങ് അല്ലേ, ഭയങ്കര സ്ട്രോങ് അല്ലേ, വാൾപ്പയറ്റല്ലേ, ധീര വനിതയല്ലേ. എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നുണ്ട് കാണാൻ വേണ്ടി. കണ്ണുടങ്ങുന്നുണ്ടോ? ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണെനക്ക്. ഓ അതൊക്കെ പറഞ്ഞു വെച്ചിരിക്കും ഇങ്ങനെ ചെയ്യണം. ഉണ്ണിയാർച്ച ഇങ്ങോട്ട് തന്നെ വന്നതാണോ? ഇന്ന് പാട്ട് പാടുന്നുണ്ടോ ഇവിടെ? ഓ നമുക്ക് നമ്മുടെ ഒരു ഭാഗ്യല്ലേ ഉണ്ണിയാർച്ച ടോപ്പ് സിംഗറിൽ വന്ന് പാട്ട് പാടുന്നു. പിന്നെ നമ്മുടെ ലക്ക അതൊക്കെ കാണാൻ പറ്റുന്നത്. ഞാൻ ഉണ്ണിയാർച്ചയുടെ കോസ്റ്റ്യൂം ഇട്ടോണ്ട് അങ്ങനെ. അപ്പൊ ആണോ? അതാരാ ധനശ്രീ? ഞാൻ അതാരാ? മിനുട്ടി മനസ്സിലാകുന്നില്ല. എവിടെ കണ്ടിട്ടുണ്ടോ? അതായത് ഇവിടെ ഉണ്ടായിരുന്ന ധനശ്രീ കുട്ടി അതാണോ? ഓ ആ കുട്ടിയാണോ? ഓ അത് ശരി. നന്നായിട്ടൊക്കെ പാട്ട് പാടും, വർത്താനം പറയും, ഡാൻസ് ചെയ്യും. ആ ധനശ്രീയാണോ? ഓ ഓക്കെ ഓക്കെ, മനസ്സിലായില്ല. നമ്മള് വാടകയ്ക്കെടുത്ത് ഈ കോസ്റ്റ്യൂം ഇട്ടോണ്ടാ. നമ്മള് വാടകയ്ക്ക് എടുത്ത കോസ്റ്റ്യൂം ഇട്ടോണ്ടാണ് നിങ്ങക്ക് ആളെ മനസ്സിലാവാൻ. സ്വന്തമായിട്ട് മേടിച്ചിരുന്നെങ്കിൽ പോലും ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാവില്ല. മനസ്സിലായോ? അതാണ്. ആ കമ്മലൊക്കെ ഉണ്ടല്ലോ, എന്ത് രസമാണ് കാണാൻ വേണ്ടി. എനിക്ക് ഈ കുണുക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒന്ന് അങ്ങോട്ട് തിരിയോ. അല്ലേ? അത് പറഞ്ഞു വീഴുവോ? ഒരു പൊടിയടപ്പി പോലെ. അപ്പൊ ഇന്ന് വാടകയ്ക്ക് എടുത്ത പാട്ട് ഏതാ? ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരളി കണ്ണെനക്ക്. അത് ആരാണ് അത് മ്യൂസിക് ചെയ്തത്? മ്യൂസിക് ദീപക് ദേവ് അങ്കിൾ. ലിറിക്സ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാർ. ആ സാറിന്റെ വീട്ടിൽ പോയി ഞാൻ അദ്ദേഹത്തെ മുമ്പിൽ നിന്ന് പാടിയിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. രാജഹംസമയം പൂവേ പൂവേ പാല പൂവേ. ആണോ? അപ്പൊ എന്ത് പറഞ്ഞു? അനുഹരിച്ചു പാടിയിരിക്കുന്ന ആരാണ്? മഞ്ചേരി ആന്റി. മഞ്ചേരി ആന്റി. പിന്നെ സിനിമയുടെ പേര് ഉറുമി. ഉറുമി എന്താന്നറിയോ? കയ്യിലുണ്ടോ? എന്താ ഉറുമി? എന്താ അത് വേണ്ടതാ ഉണ്ണിയാർച്ചയുടെ കയ്യിലാണ്. അതെ അതെ, അതാണ് ഉറുമി. തലയില് വെച്ചിരിക്കുക ഉറുമി. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കുടുംബി ഉറുമി മാറിപ്പോയതാ. അതെ, ഇത് മ്യൂസിക് ചെയ്ത ദീപക് അങ്കിളില്ലേ, ഒരു സൂപ്പർ മ്യൂസിക് കമ്പോസർ ആണ് കേട്ടോ. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നത് ഉറുമി എന്ന് പറയുന്നത് നമ്മുടെ ദീപുവിന്റെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ഈ പാട്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ബ്യൂട്ടിഫുൾ സോങ് ആണ്, ചെറിയ സോങ് ആണ്, ഒരുപാട് നീളമില്ല, പക്ഷെ അത് വളരെ ക്യൂട്ടായിട്ട് അത് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ധനശ്രീ കുട്ടിയെ പോലെയുള്ള പാട്ടാണ്. മാത്രല്ല വമ്പ ഹിറ്റ് ആയിരുന്നില്ല, ബ്യൂട്ടിഫുൾ. പിന്നെ മഞ്ചേരി ബാബു ഇത് പാടിയിരിക്കുന്ന കണ്ണൂർ സ്ലാങ്ങില് അനക്ക്, അത് ഭയങ്കര രസമാണ് അത് കേൾക്കാൻ, ആ ഭാഷ കേൾക്കാൻ. എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ല നീ, അങ്ങനെ നോക്ക് നോക്ക്. അത് നോക്ക് എന്ന് പറഞ്ഞ് പാടി നന്നായിരിക്കും. പഠിക്കേ ഓക്കെ. അപ്പൊ പഠിക്കോ. വർഷം പറഞ്ഞില്ല. അയ്യോ അതെന്താ പറയാതിരുന്നേ? വർഷം 2013. ഓക്കെ പഠിക്കോ പഠിക്കോ. All the best. Thank you. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണെനക്ക്. പൂവരശു പൂത്ത കണക്കനേഞ്ചുന്ന് ചിലനക്ക്. നട നട എന്ന് നടക്കണ്ണ നെയ്യ മുടിയഴിക്കും നോക്ക്. വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണെനക്ക്. പൂവരശു പൂത്ത കണക്കനേഞ്ചുന്ന് ചിലനക്ക്. നട നട എന്ന് നടക്കണ്ണ നെയ്യ മുടിയഴിക്കും നോക്ക്. വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. കോലത്തേരി വാഴുന്ന നാട്ടിലെ വലിയ കരനെ കണ്ടു കൊതിക്കും. ഇല്ലത്തുള്ള
സൂപ്പർ. കോറസേ നന്നായിരുന്നു. അടിപൊളി. മീൻകുട്ടി എന്തോ നോക്ക് നോക്കി. എന്ത് രസായിട്ടാ, പാടിയിട്ടും പാടിയിട്ടും മതിയായില്ല. ആ അങ്കിള് മതിയായില്ല കേട്ടോ, പെട്ടെന്ന് പാട്ട് തീർന്നു പോയി. കേട്ടിട്ടും മതിയായിട്ടില്ല. മതിയായിട്ടില്ല, ആ അതാണ് അല്ലേ അവിടുത്തെ ഭാഷ. മതിയായിട്ടില്ല. മതിയായിട്ടില്ല, മതിയായിട്ടില്ല. മതിയായിട്ടില്ല. ഭയങ്കര രസമാണ് കണ്ണൂർ ഭാഷ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അതിനൊരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് ഈ പാട്ടിലുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഒരു സ്ഥലത്ത് മാത്രം നമ്മുടെ തിരുവനന്തപുരം ഭാഷ വന്നൊരു സംശയം. ക്വാലത്തിരി. ഇപ്പൊ കറക്റ്റാണ് കേട്ടോ. അവിടെ മാത്രം എനിക്ക്, നമ്മള് തിരുവനന്തപുരം അല്ലേ, അപ്പൊ ചിലപ്പോ തിരുവനന്തപുരം ഭാഷ വരുമല്ലേ അല്ലേ. ആ പിന്നെ ഈ പൂവാക്കും അതെങ്ങനെയായിരുന്നു? ആ അതന്നെ. ആ ഒന്നാണ് ദേഷ്യത്തിലാണ് പാടണമെങ്കിൽ എങ്ങനെ പാടും? അങ്ങനെയല്ല, പൂവാക്കും. അതാണ്. അങ്ങനെ ഒന്ന് വെച്ച് കാണിക്കേ. അത് ദേഷ്യമല്ല കേട്ടോ. അത്ര ദേഷ്യമുള്ളൂ. അത്ര ദേഷ്യമുള്ളൂ. നരമ്പടിക്ക് അങ്ങനെ ദേഷ്യം വരില്ല കേട്ടോ. ദേഷ്യമൊന്നുമില്ല. കോമഡി ആണെങ്കിലോ ചിരിയൊക്കെ വന്നിട്ട് അതിന്റെ കൂടെ ചിരി കൂടെ ആഡ് ചെയ്താലോ? അതെ. ആ അതെങ്ങനെയാ? പിന്നെ എന്തൊരു റിതം സെൻസാ അത്. ഇങ്ങനെ ആക്കി നമ്മുടെ ടോപ്പ് ബാൻഡിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുമായിരുന്നു അവിടെ നിന്നിട്ട്. എവിടെയായിരുന്നത്? വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല് കഴിഞ്ഞിട്ട് ചിന്നി ചിന്നിന്ന് പാടി. ഓ എല്ലാം ആ വിരൽത്തുമ്പിലെല്ലാം റെഡി ആയിരുന്നു. ഭയങ്കര റിതം സെൻസ് ആണ് നമ്മുടെ ധൻശ്രീ കുട്ടിക്ക്. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കേട്ടോ. ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് ചെയ്യുന്ന കാണാൻ വേണ്ടി എന്ത് രസമാ. ഒരു 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 തമ്പുരാട്ടി കുട്ടി. എനിക്കില്ലേ, എനിക്ക് നോക്കിയിട്ട് എനിക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് എടുത്തിട്ട് ഇങ്ങനെ ഷെൽഫിൽ വെക്കാൻ മിടുക്കിയായി പാടി കേട്ടോ. മിടുക്കിയാണ് കേട്ടോ. ധനശ്രീക്കുട്ടി എന്തൊരു ക്യൂട്ടായിരുന്നു പാടുന്ന കേൾക്കാനും പിന്നെ ചെയ്യുന്നത് കാണാനും രസമുണ്ടായിരുന്നു കേട്ടോ. ആക്ഷൻസ് ഒക്കെ എനിക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു. മുരിക്കും പൂവാക്കും. അതെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവസാനം ഉണ്ടായിരുന്നല്ലോ നോക്ക്. അതും അതെങ്ങനെയാ? എനിക്ക് അങ്ങനെ വരുന്നതാ. അങ്ങനെ വരും. കഴിവാണത്. എന്തായാലും കലക്കിട്ടാ. ഉഗ്രനായിരുന്നു, ഉഗ്രൻ. എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ്? എന്താ അന്നത്തെ പാട്ടിന് കുറച്ചു പേര് നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞ് കുറച്ചുപേര് കരഞ്ഞുപോയി. കരഞ്ഞുപോയോ? ഏത് പാട്ടായിരുന്നു? മധുമംഗൾ ഉണ്ടായിരുന്നില്ലല്ലോ. അരുമക്കിളി. ഓ മധുമംഗളിന് അത് കേൾക്കാൻ പറ്റിയില്ല. സൂപ്പർ. മിസ് ചെയ്തു. പക്ഷെ ഉണ്ടല്ലോ മധുമംഗൾ ഇന്നെന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം കൊണ്ടാ വന്നിട്ടുണ്ട്. ഏതൊരു പാട്ട് പഠിച്ച് വന്നിട്ടുണ്ടോ? അതേത് പാട്ട്? കൊറേ രാഗങ്ങൾ വച്ചൊരു പാട്ട്. ആണോ? അതെങ്ങനെയാ? എല്ലാ പിള്ളേർക്കും വേണ്ടി ഈ പാട്ട് പഠിക്കാൻ ഒരു ഐഡിയ കണ്ടാണ് ഞാൻ വന്നേ. ഐഡിയ ആണ് അമ്മയുടെ ഓക്കെ. എങ്ങനെയാണത്? കനകാംഗീപതി മാനവതി താനരൂപി സേനാപതി ഹനുമത്തോടി ധേനുകാ നാടകപ്രിയ കോകിലപ്രിയ രൂപവതി ഗായകപ്രിയ ബഹുളാഭരണം മായാമാളവകോള ചക്രവാകം സൂര്യകാന്തം നാടകാംബരി ചങ്കാരത്വനി നടഭൈരവി ഹീരവാണി കരഹരപ്രിയ ഗൗരി മനോഹരി വരുണപ്രിയ മാരരഞ്ജിനി ചാരുകേശി സരസാംഗി ഹരികാംബോജി ധീരശങ്കരാഭരണം നാഗനന്ദിനി യാഗപ്രിയ രാഗവർദ്ധിനി കാങ്കേയഭൂഷണി വാഗദീശ്വരി ശൂലിനി ചലനാട്ട സാലകം ജലാർണവം ചാലവരാളി നവനീതം പാവനി രഘുപ്രിയ ഗവാംബോധി ഭവപ്രിയ ശുഭബന്ധുവരാളി ഷഡ്വിധമാർഗിണി സുവർണാംഗി ദിവ്യമണി
ധവളാംബരി നാമ നാരായണി കാമവർത്തിനി രാമപ്രിയ രമന ശ്രമ വിശ്വംബരി ശ്യാമളാംഗി ഷൺമുഖപ്രിയ സിംഹേം സിംഹേന്ദ്രമധ്യമം ഹൈമവതി ധർമ്മവതി നീലിമതി കാന്താമണി ഋഷഭപ്രിയ ലതാംഗി വാചസ്പതി മേജകല്യാണി ചിത്രാംബരി സുചരിത്ര ജ്യോതിസ്വരൂപിണി ധാതുവദ്ദിനി നാസികാഭൂഷണി കോസലം രസികപ്രിയ നേരം വെളുത്തു. സപ്തതി മേളകർത്താരാഗഃ ഇതി സമാപ്തം. ശംഖ് മണിയടി ആഹാ. Yes. അതാണ് ധനശ്രീ കുട്ടിയുടെ മേളകർത്ത സുപ്രഭാതം. സവാഷ്. മിടുക്കി കേട്ടോ. അതെ. മിടുക്കി. Thank you. ഇനിയിപ്പോ എന്ത് ചെയ്യണം? രാവിലെ എണീക്കുമ്പോഴേ ആ. കണ്ണു തുറക്കൂലേ, അപ്പൊ ഇങ്ങനെ എണീച്ചിരുന്നിട്ട് തുടങ്ങണം കേട്ടാ. ആദ്യം ഇത് പറഞ്ഞിട്ട് ദിവസം ഇത് പറഞ്ഞ് തുടങ്ങിക്കോ. അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോ ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് അതെ അതെ ഫുൾ അരച്ച് കലക്കും. കുടിച്ച പോലെയോ. അതാണ് ധനുക്കുട്ടി പറഞ്ഞത്, ഇങ്ങനെ കേട്ടാ കുട്ടികൾക്ക് വേഗം പഠിക്കാൻ പറ്റും. പഠിക്കാൻ പരിചയമുള്ളൊരു അതെ, അതെ, ഇതായതുകൊണ്ട് അതെ, അതെ. വേഗം ഒന്ന് പഠിക്കാൻ പറ്റും. ധനുക്കുട്ടി അതായിരുന്നു ഭയങ്കര ഐഡിയ. ഐഡിയ ആണ് കേട്ടോ. അതെ സൂപ്പർ അടിപൊളി. സൂപ്പർ. ഇനിയിപ്പോ ഇത് എത്ര പേരെ പഠിക്കാൻ പോണേന്ന് അറിയാമോ ഇത് കണ്ടിട്ട്? ആ അപ്പൊ ധനുക്കുട്ടിക്ക് നമ്മുടെ മേളകർത്ത സുപ്രഭാതത്തിന് പോരട്ടെ ഒരു മധുരമഴ. കുറേയുണ്ട്, എടുത്തോ. Glad to see you. Okay, bye.